നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, ഇരുന്നിട്ടേ കാല് നീട്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ സംഭവിച്ച പോലെ നടുവും തലിയങ്ങ് വീഴും. നീ വിഷമിക്കണ്ട, സമയമുണ്ടല്ലോ, എല്ലാം ശരിയാക്കാം. നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേ. അങ്ങനെ ഒരാള് വന്നാലേ ഇനി നിനക്ക് രക്ഷയുള്ളൂ. കുറെ ദുഷ്ടശക്തികളെ നിനക്ക് ചുറ്റും ഇപ്പോ. അതൊന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ലൊരാള് നിന്റെ ജീവിതത്തിലേക്ക് വരണം. എന്നെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കണോ? സ്വീകരിച്ചോളൂ. എന്തൊക്കെയുണ്ട് യാമിനിയമ്മ വിശേഷങ്ങൾ? അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ, ഇപ്പോഴും പഴയ പോലെ തന്നെ ഇരിക്കുന്നു. അതേ ഭംഗി, അതേ ചെറുപ്പം. അമ്മേ, മോനെ, ഫ്ലൈറ്റിന്റെ സമയം അറിയിച്ചിരുന്നെങ്കിൽ കാറുമായിട്ട് ഞാൻ എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? എന്തിന്? എനിക്കറിഞ്ഞൂടെ ഇങ്ങോട്ടേക്ക് വരാൻ? എന്തൊക്കെയുണ്ട് വിശേഷം? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെ പോകാനാ, ജയിച്ചാ പറയാൻ ജയിച്ചു. നിനക്കോ രാജു, നിനക്ക് സുഖമല്ലേ? അങ്ങനെ പോകുന്നു. അപ്പു, നീ അങ്ങ് വലുതായി പോയല്ലോ. ഞാൻ ഇവിടുന്ന് പോകുമ്പോ നീ ഒരു പൊടിക്കുപ്പിയുടെ അത്ര മാത്രമേ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. കേറി അങ്ങ് വലുതായല്ലോ നീ. സ്വന്തം സഹോദരിയെ കുറിച്ചൊന്നും പറയുന്നില്ലേ? ശരിക്കും ഞാനിവിടെ കണ്ടില്ല. എന്തൊക്കെയുണ്ട് സാനി, കല്യാണല്ലേ വരുന്നത്? ഒരുക്കങ്ങളൊക്കെ എവിടം വരെ? എടാ, അതൊക്കെ പറയാം. ആദ്യം നീ പോയേ അമ്മാവനെ ഒന്ന് കാണ്. നിന്നെ കാണുമ്പോഴേ അമ്മാവന് സന്തോഷാവും. ചെല്ലേ. എറണാകുളത്തുള്ള കോളേജുകാരെ വിളിച്ചിരുന്നു. റെസ്റ്റ് കഴിയുന്നതുവരെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദ് ചെയ്തിരിക്കണമെന്ന് പറയട്ടെ അവരോട്. രാജുവിനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി, അവനെ അതിന്റെ ചാർട്ട് അറിയും. ശരി. അമ്മാവാ. ദീപക, നീ എന്താ US പെട്ടെന്ന് പോന്നെ? അമ്മാവന് അപകടം പറ്റിയെന്നറിഞ്ഞാ സ്വസ്ഥമായിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഞാനിങ്ങ് പോന്നു. വരണ്ടാന്ന് ഞാൻ വിലക്കിയതാ, സമ്മതിക്കണ്ടേ? അമ്മാവനെ കാണണന്നേ ഒരേ വാശി. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു. എന്തായാലും സാനിയുടെ കല്യാണം വരികയല്ലേ, അതിനും ഇവൻ വേണമല്ലോ. വരണ്ടായിരുന്നു, എനിക്കങ്ങനെ കാര്യമായ പരിക്കൊന്നുമില്ല. ശകല ഏട്ടാ, അപ്പൊ നീ പറഞ്ഞതുപോലെ ചെയ്യാം. രാജുവായിട്ട് ചർച്ച ചെയ്യും, അവൻ പറയുന്ന പോലെ അനുസരിച്ചാ മതി. ശരി ഏട്ടാ. ഓ, അപ്പൊ അവനാണോ അമ്മാവന്റെ PS അല്ല, അതിനും മുകളിൽ എന്തെങ്കിലും പദവി കൊടുക്കാമോ? അതാണ് അവൻ. അമേരിക്കയിൽ കുറച്ചു കാലം ഞാനും ഈ പണിയൊക്കെ തന്നെ ചെയ്തത്. അതുകൊണ്ട് അല്ല, എല്ലാം രാജുവിനെ ഏൽപ്പിക്കണമെന്നില്ല, എനിക്കും പലതും ചെയ്യാൻ പറ്റും. ഇത് നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ജോലികളല്ല. രാജുവിന് മാത്രമേ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റൂ. അമേരിക്കയിലെ സെനറ്റ് വേറെ, കേരളത്തിലെ മന്ത്രി വേറെ, രണ്ടും രണ്ടാ. അതുകൊണ്ട് തൽക്കാലം ഇപ്പം പറഞ്ഞതുപോലുള്ള മോഹങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നീ വന്നേ. എടാ, വന്ന് കേറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുന്നള്ളിക്കാൻ പോയേ? അതെ, ഇരുന്നിട്ടേ കാല് നീട്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ സംഭവിച്ച പോലെ നടുവും തലിയങ്ങ് വീഴും.
നീ വിഷമിക്കണ്ട. സമയമുണ്ടല്ലോ, എല്ലാം ശരിയാക്കാം. പ്രിയ മാഡത്തിന്റെ വീടല്ലേ ഇത്? അതെ, ആര്? അത് മാഡത്തിന് അറിയാം. ഒന്ന് വിളിക്കാമോ? ആ, ഇപ്പൊ വിളിക്കാം. പ്രിയേ, പ്രിയേ, പ്രിയേ. എന്താ അമ്മേ? ദേ, നിന്നെ തിരക്കി അവിടെ ആരോ വന്നിരിക്കുന്നു. മാഡത്തിന് ഞങ്ങളെ മനസ്സിലായില്ലേ? സാധനം മേടിച്ചാൽ EMI കൃത്യമായിട്ട് അടയ്ക്കണമെന്ന് അറിയില്ലേ? 3 മാസമായി കുടിശ്ശികയായിട്ട്. ഞങ്ങൾക്കിപ്പോ കാശ് കിട്ടണം. എന്റെ കയ്യിലിപ്പോ തരാൻ അതൊന്നും ഞങ്ങൾക്കറിയണ്ട. ലോണിൽ സാധനം മേടിച്ചോണ്ട് പോകാൻ നല്ല ഉത്സാഹമായിരുന്നല്ലോ. തിരിച്ചടയ്ക്കാനുള്ള ശേഷിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അതൊക്കെ വാങ്ങിക്കാൻ പോയത്? എന്താ എന്താ പ്രശ്നം? ഇവരുടെ അമ്മയാണോ? അതെ. നിങ്ങളുടെ മോള് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ലോണിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. EMI 3 മാസമായിട്ട് മുടങ്ങി. അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ലോണായ അടവൊക്കെ മുടങ്ങും. അതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാ. അഹങ്കാരം പറയുന്നു. സാധനങ്ങൾ തരാൻ അറിയാമെങ്കിൽ കാശ് തിരിച്ചു വാങ്ങിക്കാനും ഞങ്ങൾക്കറിയാം. എന്താ പ്രശ്നം? ഞാനൊരു ലോൺ എടുത്തു. തവണകൾ മുടങ്ങാൻ കാരണമുണ്ട്. തവണകൾ അടയ്ക്കാന്ന് രാജുവാ ഏറ്റിരുന്നത്. അവനെന്നെ ചതിച്ചു. അതിന് ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാൻ വന്നിരിക്കുക അവര്. എത്ര രൂപ പെൻഡിംഗ് ഉള്ളത്? 17,000 രൂപയുണ്ട്. ഇതിനാണോ നിങ്ങൾ ഇവിടെ കിടന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതൊക്കെ മോശമാണ് കേട്ടോ. എന്നാ പിന്നെ നിങ്ങൾ കേഷ് തരാം, ഇപ്പൊ തന്നെ തരാം. ആ, അയച്ചു. കിട്ടിയല്ലോ അല്ലേ? ആ, കിട്ടി. ആ, ഇനി സമാധാനമായിട്ട് തിരിച്ചു പോണം. എന്തിനു മോളെ നീ കാശടിച്ചത്? അതിനെന്താ അമ്മേ, ഭാവിയിലെ എന്റെ നാത്തൂനല്ലേ ഇവരെ ചേച്ചി. കണ്ടോ, ഇതാണ് സ്നേഹം. എന്തിനാമ്മേ ഇതിങ്ങനെ വച്ച് നീട്ടിക്കൊണ്ടു പോകുന്നേ? രാജുവിന്റെയും രമ്യയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയാൽ എന്താ കുഴപ്പം? അത് തന്നെ അമ്മ ഞാനും ചോദിക്കുന്നേ. എനിക്കാണെങ്കി ഈ വീട്ടിലേക്ക് വരെ കൊതിയായിട്ട് വയ്യ. എങ്ങനെയെങ്കിലും രാജുവിനൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കമ്മേ. പൂത്ത കാശ മഹാലക്ഷ്മിയാ. അവൾ ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കേറി വന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീർന്നു കൂട്ടിയാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.